ഇപ്പോൾ അമേരിക്കൻ സൈന്യം എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈന്യമാണ്. അവർ ശമ്പളം പ്രതീക്ഷിച്ചാണ് ജോലി ചെയ്യുന്നത്. രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ സൈനികരെന്ന് പറഞ്ഞാൽ ഇതിനെ കാണുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സൈനികരെന്ന് പറയുന്നത് ഇതിനെ കാണുന്നത് ഒരു വിശുദ്ധ യുദ്ധമായിട്ടാണ്. മരണം പുണ്യമായി, രക്തസാക്ഷിത്വം ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. രക്തസാക്ഷിത്വം വേണമെന്ന് പറഞ്ഞ് സൈനികർ ഇറങ്ങുന്ന രാജ്യമാണ് ഇറാൻ. അതായത് രക്തസാക്ഷിത്വം ധീരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുന്ന IRGCയോട് അമേരിക്ക ഇങ്ങനെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി പോവും, ഗുരുതരമായ വാഴ്ചയായി പോവും, ശക്തമായ പ്രകമ്പനമുണ്ടാകും, തിരിച്ചടി ഗംഭീരമായി കിട്ടുകയും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ പഴഞ്ചൻ പടക്കപ്പൽ ഉടൻ കടലിൽ മുങ്ങുന്ന കാഴ്ച ട്രംപ് കാണേണ്ടി വരും. ഈ 100 മിസൈലുകൾ വെച്ച് തന്നെ തകർക്കുന്നതാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്ക വീണ്ടും ഇസ്രയേലുമായി കൈകോർത്ത് ഇറാനെ തീർക്കണമെന്ന രീതിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ ഇറാൻ ഇതിനെതിരെ തന്നെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ പിന്നോട്ടില്ല, വീണ്ടും ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ. ഇത് വീണ്ടും പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്നുണ്ടോ? കാരണം 2-3 ദിവസമായി യുദ്ധക്കപ്പലുകൾ ഈ ഇറാന്റെ 4 ചുറ്റുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു ആക്രമണം നടന്നിട്ടില്ല. പക്ഷെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ യുദ്ധം തുടരാൻ സാധ്യതയുണ്ടോ? യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്നല്ലേ? അപ്പോൾ യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ട്രംപിൻ്റെ നിലപാട് പോലെ ഇരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇപ്പോൾ പുതിയൊരു പടക്കപ്പൽ കൂടി വരികയാണ്, പുതിയ അർമദ കൂടി വരുന്നു, കുറെ കൂടി വയലൻ്റായി, കുറെ കൂടി കടുത്ത ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള ഞങ്ങളുടെ ആക്രമണം. ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കാൻ ഇപ്പോൾ സമയമുണ്ട്, അത് ഒപ്പുവെക്കുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകില്ല എന്ന നിലയിൽ ട്രംപ് വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി യുദ്ധസന്നാഹങ്ങൾ കൂടുതലായി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പറയുന്നത്, ട്രംപ് പുതിയ കപ്പലുകൾ അയക്കുന്നത്, പുതിയ സന്നാഹങ്ങളൊക്കെ അയക്കുന്നത് യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ്, ഇറാനെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ ഇതിൽ വലിയൊരു പിശകുണ്ട്. പിശകെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോഴുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ് പശ്ചിമേഷ്യൻ തീരങ്ങളിലുള്ള കപ്പൽ, ആ കപ്പൽ പ്രായാധിക്യം ചെന്ന ഒരു കപ്പലാണ്. പ്രായാധിക്യം ചെന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴഞ്ചനായിട്ടുള്ള ഒരു കപ്പലാണ്. 1989 നവംബർ 11 ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 37 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കപ്പലാണ്. ഈ കപ്പലിൽ 90 വിമാനങ്ങളാണുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, ഒന്ന്, ഈ കപ്പലിന് അത്രയും വിമാനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലാത്തതാണ് എന്ന് മാത്രമല്ല, ഈ കപ്പലിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ഈ യുദ്ധക്കപ്പലും അതിനൊപ്പമുള്ള കുറച്ച് ചെറു കപ്പലുകളും, 2-3 ചെറു കപ്പലുകളും, അത് ഡിഫൻസിന് വേണ്ടിയുള്ള കപ്പലാണ്. ഇവയിലുള്ള ഡിഫൻസ് സംവിധാനങ്ങൾ ഇറാൻ്റെ ആക്രമണത്തെ താങ്ങാൻ കഴിയുന്നതല്ല എന്ന ഒരു രഹസ്യ റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇറാനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന സന്നാഹങ്ങൾ ഇറാൻ ഒന്ന് വിചാരിച്ചാൽ തകർത്ത് കളയാവുന്നതേ ഉള്ളൂ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത്, ഇപ്പോൾ ഈ കപ്പലിനൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ കപ്പലിന് മുകളിൽ ഒരു ജ്വാല പോലെ, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലയം ഇങ്ങനെ വരികയും ആ വലയത്തിൽ തട്ടിയിട്ട് ഇറാൻ്റെ മിസൈലുകളൊക്കെ തകർന്നു പോവുകയും ചെയ്യുമെന്നായിരിക്കും പലരും വിചാരിക്കുക. പക്ഷേ ശരിക്കും എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ കപ്പലിലേക്ക് ഇറാൻ ഒരു 100 മിസൈലുകൾ അയച്ചു എന്ന് വിചാരിക്കുക. ഈ 100 മിസൈലുകളെയും മിസൈലുകൾ വെച്ച് തന്നെ തകർക്കുന്നതാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്കയുടെ കയ്യിലുള്ള ഈ താഡ് എയർ സിസ്റ്റം ആയാലും, അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആയാലും, മിസൈലുകളെ മറ്റ് മിസൈലുകൾ വെച്ച് തകർക്കുന്നതിനെയാണ് ഈ എയർ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് 100 കണക്കിന് ഡ്രോണുകളും, അതും വലിയ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളുണ്ട്, താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളുണ്ട്, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് ഉണ്ട്, മീഡിയം റേഞ്ച് ഉണ്ട്, ഹൈ റേഞ്ച് ഉണ്ട്. അങ്ങനെ ഈ വ്യോമാക്രമണത്തിന് പറ്റിയ സകല കിടുതാപ്പുകളും ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തോടെ 1000 മിസൈലുകൾ അല്ലെങ്കിൽ 500 മിസൈലുകൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് ഈ കപ്പലിലേക്ക് വന്നാൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അതിനുള്ളിലും ചുറ്റുമുള്ളതൊക്കെ പരാജയപ്പെടും. കാരണം അതിന് ഒരു പരിധിയുണ്ട്. മിസൈലുകൾ വെച്ച് തന്നെ തകർക്കുമ്പോൾ അതിന് ഒരു പരിധിയിൽ കൂടുതൽ മിസൈലുകൾ വന്നാൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഈ കപ്പലിലേക്ക് വീഴും. അപ്പോൾ താരതമ്യേന പഴഞ്ചനായിട്ടുള്ള 37 വർഷം പഴക്കമുള്ള ഈ കപ്പലും വെച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമിച്ചാൽ, ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ താങ്ങില്ല എന്ന ബോധ്യം
അമേരിക്കയ്ക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഇറക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇതിൽ ഇസ്രായേൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ? നിലവിൽ ഇസ്രായേലിൻ്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും യുദ്ധസമാനമായ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ചടിക്കും എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലിനുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അടികിട്ടാൻ പോകുന്നത് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ ആയിരിക്കും. അത് ഇറാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാത്തിനും സജ്ജമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു യുദ്ധം ഞങ്ങൾക്ക് നേരെ വന്നാൽ അതിന് ശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല. ഞങ്ങൾ കൃത്യമായി ആക്രമിച്ച് തകർക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണ്. പക്ഷെ അതേസമയം ഇറാൻ പറയുന്നുണ്ട്, ഇരു കൂട്ടർക്കും ഗുണകരമാകുന്ന വിധത്തിൽ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിലൊരു കരാർ വേണമെങ്കിൽ നടത്താം. അല്ലാതെ ഏകപക്ഷീയമായി അമേരിക്ക പറയുന്നത് പോലെ ആണവ കരാറിലൊന്നും ഒപ്പിടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്ക പറയുന്നത് ആണവ പരീക്ഷണം നിർത്തണം, ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെയാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ പക്കൽ ആണവായുധമില്ല, ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇറാൻ പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞങ്ങൾ കൃത്യമായി കരാറിന് ഉൾപ്പെടെ തയ്യാറാണ്, പക്ഷേ അത് ഞങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഞങ്ങളതിന് തയ്യാറാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വ കുഴപ്പവും അമേരിക്കയുടെ തലയിലേക്ക് ഇറാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത്. 6 ദിവസമായിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാന് ചുറ്റും വലയം വെക്കുകയാണ്. വീണ്ടും വീണ്ടും യുദ്ധക്കപ്പലുകൾ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്കും അമേരിക്ക കടന്നിട്ടുണ്ട്. ഇത് പശ്ചിമേഷ്യനെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ട്രംപ് എന്തെങ്കിലും ചെയ്തു കളയുമോ? ട്രംപിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വലിയ ബുദ്ധിയും സ്ഥിരതയും ഇല്ലാത്ത ആളാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ മാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ കൈവിട്ടു പോകുമെന്ന ഭീതി എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദിയും ഖത്തറും കുവൈറ്റും UAEയും ഒമാനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എയർ സ്പേസിൽ നിന്ന് ഉപദ്രവിക്കരുത്, ഇറാനിലേക്ക് ആക്രമിക്കരുത്, കാര്യങ്ങൾ കൈവിട്ടു പോകും, ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നൊക്കെ സൗദി ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം സൗദിയും ഇറാനും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത്ര രസത്തിലല്ല അവരുള്ളത്. പക്ഷേ എങ്കിലും നിലവിലെ സാഹചര്യം പരിഗണിച്ച് സൗദി കൃത്യമായി ഇറാൻ അനുകൂലമായി അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ സൈന്യം എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈന്യമാണ്. അവർ ശമ്പളം പ്രതീക്ഷിച്ചാണ് ജോലി ചെയ്യുന്നത്. രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അവരുടെ മികച്ച ശമ്പളം, ജീവിത സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവർ മിലിറ്ററിയിലേക്ക് വരുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ സൈനികരെന്ന് പറഞ്ഞാൽ ഇതിനെ കാണുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സൈനികരെന്ന് പറയുന്നത് ഇതിനെ കാണുന്നത് ഒരു വിശുദ്ധ യുദ്ധമായിട്ടാണ്. മരണം പുണ്യമായി, രക്തസാക്ഷിത്വം ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്, രക്തസാക്ഷിത്വം വേണമെന്ന് പറഞ്ഞ് സൈനികർ ഇറങ്ങുന്ന രാജ്യമാണ് ഇറാൻ. അതായത് മരണം പുണ്യമായി അവർ കാണുന്നു, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ധീരതയായിട്ട് അവർ കാണുന്നു. മരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇറാൻ മരണത്തെ ഭയമില്ലാത്ത, മരിച്ചാൽ നല്ലത്, രക്തസാക്ഷിത്വം ധീരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സൈനികരോട് ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ വരുന്ന സൈനികരെ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കരയുദ്ധത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് തമ്മിലുള്ള വലിയ വ്യത്യാസം. അതുമാത്രമല്ല, ഇറാൻ്റെ സന്നാഹങ്ങൾ വളരെ വലുതാണ്. അമേരിക്കയുടെ പഴഞ്ചൻ കപ്പലൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ്? പക്ഷേ IRGC അങ്ങനെയല്ല. അവർ വൈകാരികമായിട്ടാണ് വിഷയത്തെ കാണുന്നത്. അവരുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് രക്തസാക്ഷിത്വം ധീരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുന്ന IRGCയോട് അമേരിക്ക ഇങ്ങനെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി പോവും, ഗുരുതരമായ വാളിച്ചയായി പോവും, ശക്തമായ പ്രകമ്പനമുണ്ടാകും, തിരിച്ചടി ഗംഭീരമായി കിട്ടുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പഴഞ്ചൻ പടക്കപ്പലും കുറച്ച് സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് ഇറാനെ അങ്ങ് പേടിപ്പിക്കാം എന്ന അമേരിക്കയുടെ ധാരണ മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ രംഗത്ത് വന്നതോടെ ട്രംപ് ഒരിക്കൽ കൂടി കുടുങ്ങിയിരിക്കുകയാണ്. ഇനി ട്രംപിന് ഒരു കരാറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വഴി ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ പഴഞ്ചൻ പടക്കപ്പൽ ഉടൻ കടലിൽ മുങ്ങുന്ന കാഴ്ച ട്രംപ് കാണേണ്ടി വരും. ആ നിലയിലേക്ക് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയാൽ ട്രംപിന് തന്നെ അത് തിരിച്ചടിയുമാവും.